Hey there, I am here. ഞാൻ പ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഞാൻ അവിടെ മുന്നേ പഠിച്ചിരുന്നത് കൊണ്ട് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഫീസ് സ്ട്രക്ചറിൻ്റെ കുറച്ച് ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നിങ്ങൾ വൺ ടൈം സെറ്റിൽമെൻ്റ് ആണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ 377,600 ആവും. അതായത് ഒറ്റ തവണയായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 വട്ടമായിട്ട് അടയ്ക്കാം. 3 വട്ടമായിട്ട് അടയ്ക്കുമ്പോൾ ആദ്യത്തെ മന്ത് ഒരു 1,88, പിന്നെ രണ്ടാമത്തെ മന്ത് ഒരു 1,18, മൂന്നാമത്തെ മന്ത് പിന്നെയും ഒരു 1,18. അപ്പോൾ ഒരു 424 രൂപയാവും. അതാണ് ഫീസ്. വൺ ടൈം ആണെങ്കിൽ 377, 3 ടൈം ആണെങ്കിൽ 424. പിന്നെ വരുന്നത് അവിടുത്തെ ഹബ് റെൻ്റാണ്, അതായത് ഓഫീസ് റെൻ്റ്. ഓഫീസ് റെൻ്റ് എന്ന് പറയുമ്പോൾ വൺ ടൈം ആയിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു 48. നിങ്ങൾ അല്ലാതെ മന്ത്ലിയാണ് അടച്ചു പോകുന്നുണ്ടെങ്കിൽ മാസം 5, അതായത് ഒരു 60 ആവും. പിന്നെ പഴയ പോലെയല്ല, PAP ഇല്ല, ISA ഇല്ല, അതായത് പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ്, ഇൻകം ഷെയറിങ് എഗ്രിമെൻറ്റ്, ഇത് രണ്ടും ഇല്ല. പിന്നെ ഫ്യൂമിഗേഷൻ അല്ല, ഫൗണ്ടേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വർഷത്തെ കോഴ്സാണ്. നേരത്തെ 7 മാസം ആയിരുന്നു, അതായത് 28 വീക്ക്, ഇപ്പോൾ 52 വീക്കാക്കി. ഈ ഫൗണ്ടേഷൻ കൂടി ചേർത്തിട്ടാണ് 52 വീക്ക്. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യാണ്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ മാക്സിമം ആലോചിച്ച് മാത്രമേ ജോയിൻ ചെയ്യാവൂ. അത്രത്തോളം പൈസ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച്, നല്ലപോലെ ആലോചിച്ച് തീരുമാനം എടുക്കുക. അതിപ്പം ദിവസമായിക്കോട്ടെ, ആഴ്ച എടുത്തോട്ടെ, അല്ലെങ്കിൽ മാസം എടുത്തോട്ടെ, നിങ്ങൾ നല്ലപോലെ നല്ലപോലെ ആലോചിച്ച് ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഗൈഡ് ലൈൻസ് അത് നിങ്ങൾ ചോദിച്ച് മേടിക്കുക. ചോദിച്ച് തന്നെ മേടിച്ച് അത് വായിക്കണം. ഒരു 30-40 പേജോളം വരും. അത് മുഴുവനും ഇരുന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി അതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങൾ അറിയണം. അറിഞ്ഞിട്ട് മാത്രം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ പറയും സമയം ഇല്ല, ചിലപ്പോൾ ഫീസ് ഇനിയും കൂടും, ചിലപ്പോൾ 3 വർഷത്തെ കോഴ്സാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദിക്കും, ബ്രോ എന്ത് ചെയ്തിട്ട് ബ്രോ അങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം, നിങ്ങൾ ഗൈഡ് ലൈൻസ് വായിച്ച് നോക്കാം. നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഫൈന്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് കുറേ കുരുക്ക് പരിപാടികളുണ്ട്. അത് നിങ്ങൾ വായിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യും. ഞാനും അതുപോലെ വായിച്ച് ഇത്രയും സമയം എടുത്തു ഒക്കെയാണ് ജോയിൻ ചെയ്തത്. ഏകദേശം കഴിഞ്ഞ ഡിസംബറിൽ എന്തോ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചതാണ്. എന്നിട്ടും പറ്റുന്നില്ല, കാരണം ഇത്രയും ഫണ്ടും ഇത്രയും ഡ്യൂറേഷനും അതൊക്കെ അതുകൊണ്ട് മാക്സിമം ആലോചിച്ച് മാത്രമാണ് ഞാൻ അതിലോട്ട് വീണ്ടും എടുത്ത് ജോയിൻ ചെയ്തത്. പിന്നെ ജോയിൻ ചെയ്യുമ്പോൾ ആലോചിക്കണം, 7 ദിവസത്തിനകത്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോവാം. 7 ദിവസത്തിനകത്ത് കോഴ്സ് തുടങ്ങിയിട്ട് 7 ദിവസത്തിനകത്താണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നിർത്തിയിട്ട് പോവാം. നിർത്തിയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ഫീസിൻ്റെ ഒരു 25,000 രൂപ അവിടെ എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിർത്തിയിട്ട് പോവാം. 7 ദിവസത്തിനകത്താണെങ്കിൽ മാത്രം. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പഠിച്ചാലേ പറ്റുള്ളൂ, നിർത്തി പോകാൻ പറ്റൂല. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്, ആഡ് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ ചിലപ്പോൾ ഫൗണ്ടേഷൻ പാസ്സായിട്ടായിരിക്കും ഞാൻ ഇനി അടുത്ത് ചെയ്യുന്നത്. അതിനി എപ്പോഴാണെന്ന് അറിയാൻ വയ്യ. ഏകദേശം പഠിച്ച് സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇനി അടുത്ത വീഡിയോ ചെയ്യുള്ളൂ. പിന്നെ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ആഡ് ചെയ്തേക്കാം, മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ റിപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ 1 ഇയർ കോഴ്സ് ജോയിൻ ചെയ്ത ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മാക്സിമം ഒന്ന് മെസ്സേജ് ചെയ്യാൻ നോക്കുക. എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചിട്ട് എനിക്ക് കുറേ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ആളിലേക്ക്, ഇവിടെ പഠിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക. പഠിച്ചവരായാലും പഠിച്ച് ഇറങ്ങിയവരായാലും അവരുടെയൊക്കെ കുറേ റിപ്ലൈസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കമൻറ്റ് ചെയ്യുക മാക്സിമം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ശരി, ബൈ.